നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ ആവുന്നതിന് മുമ്പേ തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക് ഇടണേന്ന്. വാലന്റൈൻസ് ഡേ അന്ന് തന്നെയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരുമിച്ചാണ് ഞാൻ ആ കേക്ക് ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ആവശ്യപ്പെട്ടു നേരത്തെ ഇടണം എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കേക്ക് ഉണ്ടാക്കി വീഡിയോ എടുത്ത് ഇടുകയാണ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. ഇതുവരെയും ആരും കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ചെറി കൊണ്ടുള്ള കേക്കാണ്. സാധാരണ എല്ലാവരും ഫ്രഷ് ചെറി കൊണ്ടല്ലേ കേക്ക് ഉണ്ടാക്കുക. ഇപ്പൊ ഫ്രഷ് ചെറി എല്ലാവർക്കും കിട്ടാൻ സാധ്യതയില്ല. സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് മാത്രമേ കിട്ടാൻ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതായത് റേറ്റും നല്ല കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ കടകളിലെല്ലാം കിട്ടുന്ന പ്രോസസ്ഡ് ചെറി ഉണ്ടല്ലോ, പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടോ. നമ്മുടെ കേക്കൊക്കെ സോക്ക് ചെയ്യുന്നത് നമ്മുടെ ചിക്കൂസ് സ്പെഷ്യൽ ചെറി സിറപ്പിലൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ ഒരു പുളിപ്പോട് കൂടിയിട്ടുള്ള ഒരു സിറപ്പൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു കേക്കും ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് റോസറ്റ് കേക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സൈഡിലൊക്കെ റോസറ്റ് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പലരും ഒരുപാട് കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മെഷറിംഗ് കപ്പിനെ കുറിച്ച്. മുമ്പേ ഞാൻ ബേക്കിംഗ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് വലിയ പ്രശ്നമൊന്നുമില്ല. 200 ml ആയാലും 250 ആയാലും 240 ആയാലും ഒന്നും പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് വരുന്നവരാണെന്ന് തോന്നുന്നു അവർക്ക് ഈ 200 ml കപ്പ് ഇല്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് പിന്നെ ഇങ്ങനെ എനിക്ക് മെയിലായിട്ടും കമൻ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മെഷറിംഗ് കപ്പ് വാങ്ങിച്ചു. 250 ml മെഷറിംഗ് കപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ചിക്കു സ്റ്റൈലിലെ കേക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്പൂണിൻ്റെ സെറ്റും ഉണ്ട്. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ അത് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. നല്ല കപ്പാണ്, നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, സാധാരണ 1 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പിൻ്റെത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്താണെങ്കിൽ എല്ലാത്തിലും ഹാഫിന്റെയും കാലിന്റെയും ഒക്കെ മെഷർമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രം ഉണ്ടായാലും മതിയാകും. പിന്നെ നമ്മളെ കേക്കുകളൊക്കെ 200 ml കപ്പ് കൊണ്ടാണ്, മെഷറിംഗ് കപ്പ് കൊണ്ടാണ് ചെയ്തതെന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഒരുപാട് പേര് ഈ 200 ml കപ്പ് കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞ് മെഷറിംഗ് കപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം. അവരൊക്കെ എന്നെ ഓടിച്ചിട്ട് അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട. 200 ml മെഷറിംഗ് കപ്പ് വാങ്ങിച്ചവർ അത് തന്നെ ഉപയോഗിച്ചാൽ മതി, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ ചിക്കു സ്റ്റൈൻ ചാനലിലെ കേക്കുകളുടെ കാര്യമായിട്ടാണ് പറയുന്നത്, വേറെ കേക്കുകളുടെ എനിക്ക് അറിയില്ല. പിന്നെ ഇതാ നമ്മുടെ ചിക്കു സ്റ്റൈൻ ആൻറ്റിയെ കാണാനായിട്ട് തപ്പി പിടിച്ച് 2 മിടുക്കി കുട്ടികൾ വന്നിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ അവസാനമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ചെറി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചെറി കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സാധാരണ ചെറിയാട്ടോ എടുക്കുന്നത്. എല്ലായിടത്തും കിട്ടുന്ന ചെറിയാണ്, പ്രോസസ്സ് ചെയ്തിട്ടുള്ള ചെറി. അപ്പോൾ അത് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ, 30 രൂപയോ ഒക്കെ ഉള്ളൂ. വലിയ റേറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു 1/4 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകി കലക്കിയിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് അങ്ങ് തിളച്ച് വറ്റി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. വറ്റി വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ കുമിളകളായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ഒട്ടും വെള്ളം ഇല്ലാതെ നല്ല കൊഴുത്ത് നല്ല ഒരു ജാമിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ആയി വരുന്നുണ്ട്. അത് മതി. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കണം. അതിനുവേണ്ടി ഇപ്പം നമ്മുടെ 250 ml കപ്പാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലോർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, മൈദ മാത്രം എടുത്താലും മതി. ബാക്കി മുഴുവനായിട്ട് മൈദ ഫില്ല് ചെയ്യാണ്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം.
ഇനി ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു പെന്ന് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നടുവിലൂടെ മടക്കി ഒരു മടക്കും കൂടെ മടക്കുകയാണ്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ആ ഒരു വര കറക്റ്റ് ആക്കിയിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. പാനിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഓയിലൊന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്യണേ. ഇത് നമ്മളെല്ലാ കേക്കും ചെയ്യുന്ന പോലെ മിക്സിയിലാണ് ചെയ്യുന്നത്. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡൊക്കെ അടിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്ത് നന്നായിട്ടങ്ങ് പതപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ലോ സ്പീഡിലിട്ട് അടിച്ചാൽ മതി. സൺഫ്ലവർ ഓയിൽ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതിനൊരു കനച്ച സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഓയിൽ എടുക്കരുത്. അതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതും ലോ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഫ്ലഫി ആയിട്ടാണ് ഈ ഒരു മിക്സ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ചെറിയുടെ മിക്സ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം അത് ചേർത്തിട്ടുണ്ട്. അത് മാത്രമാകുമ്പോൾ അത്ര അങ്ങോട്ട് കളർ ഉണ്ടാവില്ല. കളർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കില്ല, അപ്പോൾ ഒരു റെഡ് കളറൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് റെഡ് കളറോട് ചേർക്കുകയാണ്. ഷുഗറിൻ്റെ സൂപ്പർ റെഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 1-2 ഡ്രോപ്പ് ചേർത്താൽ മതിയാകും. അപ്പം ചെറിക്ക് തന്നെ ഒരു കളറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ കളർ കിട്ടാനായിട്ട് എന്നിട്ട് അതങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് പതുക്കെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ കിട്ടും. പൊതുവെ പറയാറുണ്ട് സ്പാച്ചുല വെച്ച് പതുക്കെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. എനിക്ക് പക്ഷെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കട്ടയൊന്നും കെട്ടാതെയൊക്കെ കിട്ടുന്നത് ഈ വിസ്ക് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനീഗർ ഒന്നും ചേർക്കണ്ട, കാരണം നമ്മളിതിൽ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് നമ്മുടെ ചെറി മിക്സിൽ, അത് മതി. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ സ്പാച്ചുല വെച്ച് നമുക്കത് ബാക്കിയെല്ലാം അങ്ങ് തട്ടിയിട്ട് കൊടുക്കുക. അതാണ് സ്പാച്ചുല ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ആ ബാറ്റർ പാത്രത്തിൽ നിന്നും നന്നായിട്ട് വടിച്ചെടുത്ത് ഇടാൻ പറ്റും. ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൈകൊണ്ട് തട്ടിയിട്ടാലും മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ടൈം കുറച്ചുകൂടെ കൂടുതൽ വേണം കേട്ടോ. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞും കുറച്ചുകൂടെ ടൈം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം കറക്റ്റ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. 35 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ആവാണ്ടായപ്പോൾ പിന്നെ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. ഇപ്പോൾ ഇത് 40 മിനിറ്റ് ആയപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. അതാ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അടിപൊളി, നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ്. 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയിലല്ലേ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ റോസറ്റ് ഡിസൈൻ ചെയ്യുമ്പം സൈഡിലൊക്കെ കുറച്ചൊരു ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 7 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യുന്നത് ചെറി സിറപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചെറി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അരക്കണ്ട, നേരത്തെ അരച്ചതുപോലെ അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതിപ്പോൾ അത് ക്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തൊക്കെ പറ്റിയിരിപ്പുണ്ട്, അതുകൂടെ കലക്കി അങ്ങ് ഒഴിക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പം 1/2 ടീസ്പൂൺ നാരങ്ങാനീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണിൽ കൂടി പോണ്ട, അത് മതി. അതുകൂടെ ചേർത്ത് നമുക്കങ്ങ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അങ്ങ് ഓഫാക്കാം. നാരങ്ങാനീരും കൂടെ ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ അത് ഞാൻ ഓഫാക്കി കൊടുക്കുകയാണ്. അത് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. കാരണം നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെയല്ല, റോസറ്റ് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം വേണം. അപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 കപ്പ് തന്നെയൊക്കെ എടുത്താലും മതി. കാരണം നമ്മൾ പുറമേ ഉള്ള ആ ക്രീം വളരെ തിന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റർ ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. സോക്ക് ചെയ്യാനുള്ള സിറപ്പും ക്രീമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പം നീളമുള്ള ഒരു കത്തി ഉണ്ടെങ്കിൽ ആ കത്തി വെച്ച് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ലെയർ ചെയ്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് നൂല് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലെയർ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പഴയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അത് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. മൂന്നാമത്തെ ലെയറും നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പിൻ്റെ 1/4 ഭാഗത്തോളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ചുകൂടെ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് സിറപ്പിൽ കുതിർന്നിരിക്കട്ടെ. നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്രീമെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീം വെച്ച് കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് ലെയർ നമ്മൾ തിരിച്ചിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചെറിയുടെ സിറപ്പ് ഒഴിക്കുമ്പോൾ സിറപ്പിൽ തന്നെ നമ്മൾ ചെറിയുടെ പീസസ് ഒക്കെ ഉണ്ടാവും. കടിക്കാനായിട്ട് ഇട്ടതാണ് അങ്ങനെ തന്നെ. അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് മോൾ ഭാഗത്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊക്കെ ക്രീമിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സിറപ്പ് അരിച്ച് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്രഷ് ഇല്ലാതെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ക്രീമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ റോസറ്റ് ചെയ്യുന്നത് തന്നെ ഫുൾ ക്രീമിലാണ്. അപ്പം ക്രീം അങ്ങ് അധികമായി പോകും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് തിക്കായിട്ട് ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സൈഡിലും അതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അത് സൈഡിലാണെങ്കിലും തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് മതി. ഒത്തിരി അങ്ങ് ക്രീം ആവശ്യമൊന്നുമില്ല. സൈഡിൽ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുകയാണ്. പതുക്കെ അങ്ങ് കറക്കി കൊടുക്കാം. എവിടെയെങ്കിലും ക്രീം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലറ്റ് നൈഫിൽ ആക്കിയിട്ട് അവിടെ അങ്ങ് തേച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് സ്ക്രേപ്പർ വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് റോസറ്റ് ചെയ്യുന്ന ഒരു റെഡ് കളറിലാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വൈറ്റ് കുറച്ച് മാറ്റി വെക്കുകയാണ്. ആ വൈറ്റ് ഡിസൈൻ മുകളിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വൈറ്റ് ക്രീം എടുത്ത് മാറ്റിയാക്കട്ടെ. ഇനി ബാക്കിയുള്ളതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ആ ക്രീമിന് കുറച്ചൊരു ഡാർക്ക് കളർ കിട്ടാനും പിന്നെ നമ്മൾ കളറൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് ലൂസാവും. അപ്പോൾ അങ്ങനെ ലൂസാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ കൊക്കോ പൗഡർ ചേർക്കുന്നത്. അപ്പം കൊക്കോ പൗഡർ ഒന്ന് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സൂപ്പർ റെഡ് കളറാണ് ചേർക്കുന്നത്. ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെയാണ് ചേർക്കുന്നത്. ഷുഗറിൻ്റെ ആയാലും ഏതായാലും കുഴപ്പമില്ല. പിന്നെ ചില കളറിനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കളറ് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു കളറൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ ഇച്ചിരി മടി. നന്നായിട്ട് കളർ ചേർത്താലേ നമ്മുടെ റോസറ്റേക്കും നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നോക്കിയിട്ട് ഏത് കളർ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കൊക്കോ പൗഡർ ചേർത്തതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്നൊന്ന് ഡാർക്കായി കിട്ടും. അത്രയേ ഉള്ളൂ. കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റിൻ്റെ ഗണാഷ് ചേർത്താലും മതി കേട്ടോ. നമ്മളിപ്പം സാധാരണ ചോക്ലേറ്റ് കേക്കിനൊക്കെ ചെയ്തില്ലേ, ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് അത് ചേർത്താലും മതി. അപ്പം അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കുമ്പം അത് അത്ര അങ്ങോട്ട് റെഡ് കളർ വന്നില്ല. കുറച്ചുകൂടെ കളർ ചേർത്ത് കൊടുക്കുകയാണേ. കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് നല്ലപോലെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ പേടിയാവും അത്രയും കളർ ചേർക്കുമ്പോൾ. പക്ഷേ ആ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വൈറ്റ് കളർ കുറച്ച് മാത്രം ഈ റെഡ് കളർ ചെയ്തിട്ട് ബാക്കി ഫുള്ള് വൈറ്റ് റോസറ്റ് ചെയ്താലും മതി.
പിന്നെ ഒരുപാട് പേര് റോസറ്റ് കേക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ റോസറ്റ് തന്നെ ചെയ്യുന്നത്. ഇപ്പം നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ടോ, ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല. ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പം നല്ല ക്രീം ഇച്ചിരി ഒന്ന് ലൂസായതുപോലെ തോന്നും, പക്ഷെ അങ്ങനെ ലൂസൊന്നും അല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ഷൈനിങ് വന്നിട്ടുണ്ട് ക്രീമിന്. ഇനി നമുക്ക് ഈ ഒരു നോസിലാണ് എടുക്കുന്നത്. 100N1 എന്നുള്ള നോസിലാണ്. ഈ ഒരു നോസിൽ വെറുതെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇടുന്നേ ഉള്ളൂ, കപ്ലറൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി അങ്ങ് ചെയ്താൽ മതി. എളുപ്പമാണ് ചെയ്യാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം അത് ശരിയായതിനു ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഒരു റോസറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കുക, വിടുക. ഒരൊറ്റ കറക്കൽ മാത്രം മതി. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഒന്ന് കറക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ചെയ്തതിൻ്റെ മുകളിലോട്ടാക്കരുത്, ഒരേ നിരപ്പിൽ തന്നെ കറക്കിയെടുക്കണം. അപ്പോൾ അതാ താഴത്തെ റോ മുഴുവനും ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലും കൂടെ ചെയ്ത് കൊടുക്കാം. മോളാണ് കേട്ടോ ചെയ്യുന്നത്. ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ചെയ്ത് കഴിയുമ്പോൾ തന്നെ അങ്ങ് ശരിയായിക്കോളും. ഇപ്പം 2 റോയും ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അധികമൊന്നുമില്ല, ഇടയ്ക്ക് മാത്രം ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ വൈറ്റ് ക്രീം, അത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് സെയിം നോസിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടായിട്ട് റോസറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു നോസിൽ വെച്ച് വെറുതെ നമുക്ക് പ്രസ് ചെയ്തങ്ങ് പൊക്കി ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്, ഒരു സെൽഫ് ഡിസൈനൊക്കെ പോലെ. ഇനി ഇത് ചെറി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറി കേക്ക് ഇല്ലേ, അപ്പോൾ ചെറി എന്തായാലും വേണമല്ലോ ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറി 2ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ ഓരോ റോസറ്റിൻ്റെയും ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം. റോസറ്റിനെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ റോസറ്റയുടെ ആ ഒരു ഭംഗി പോയി പോകും. അതുകൊണ്ട് ഞാൻ നടുക്ക് വെക്കുന്നില്ല, അതിൻ്റെ പുറത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ചുറ്റിനുമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വാലന്റൈൻസ് ഡേ ടോപ്പർ ഉണ്ട്, അത് നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. പതുക്കെ അങ്ങ് കുത്തി അങ്ങ് ഇറക്കി കൊടുക്കാം. അടിപൊളി, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ക്ലൗഡ്സിൻ്റെ ഒക്കെ ഇടയ്ക്കുന്ന ഈ ഒരു ബലൂൺ ഇങ്ങനെ മുകളിലേക്ക് പറക്കാൻ വേണ്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു റെഡ് വൈറ്റ് റോസറ്റ് ചെറി കേക്ക്. പിന്നെ ഈ ഒരു കേക്ക് 1.25 കിലോ വരുന്ന ഒരു കേക്കാണ്. പിന്നെ കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 600 to 800 അത്രയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ഇനി ഒന്ന് കത്തി ഒന്ന് തുടച്ചിട്ട് അടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ എടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. റെഡ് വൈറ്റ് കോമ്പിനേഷൻ, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. എടുത്ത് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുക്കണേ, കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയുടെ ഒക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടുള്ളത്. നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മുടെ സിറപ്പ് ഉണ്ടാക്കിയതെങ്കിലും അതിൻ്റെ ആ ഒരു പുളിപ്പൊന്നും നമുക്കങ്ങനെ അറിയുന്നില്ല. ചെറിയുടെ ഫ്ലേവർ വരുന്നുണ്ട്, ചെറിയ കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കേക്കാണെങ്കിൽ നല്ല ജ്യൂസിയാണ്, ചെറിയ സിറപ്പിൽ അങ്ങ് ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു കേക്കും ക്രീമും എല്ലാം കൂടെ അടിപൊളിയാട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ കളറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയും അധികം ഡാർക്ക് കളറൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കളർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കളറിനൊക്കെ ഒരു പ്രത്യേക വല്ലാത്തൊരു കുത്തലും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമുക്ക് 2 കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൂസ് ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നതാട്ടോ. വെങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. പക്ഷെ അവരുടെ അമ്മമ്മയുടെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പം വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, സ്ഥലമൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ച് നല്ല മിടുക്കി കുട്ടികളാണ് അവർ. ഞാൻ വീട് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും വീഡിയോയ്ക്കകത്ത് വീടിൻ്റെ ഗേറ്റും ഡോറും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീട് കണ്ടുപിടിച്ചെത്തിയതാണ് കേട്ടോ. ശരിക്കും മിടുക്കന്മാരാണ് രണ്ടുപേരും. അപ്പം ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ കേക്കൊക്കെ കഴിച്ചു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകുന്ന സമയത്ത് അവർക്കൊരു അനിയനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അനിയന് കൊടുക്കാനായിട്ട് ഒരു പീസ് കേക്കും കൂടെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് തേടി പിടിച്ച് വന്നല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.